ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റിനെ കൊണ്ട് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അവൾക്ക് ബുദ്ധി വെച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടോ കേട്ടോ പാർക്കിൽ വരുന്നത്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്തുള്ള തന്നെ കോങ്ങാടനുള്ളൊരു പാർക്കാണ് കേട്ടോ. ഞാനും ഇവിടേക്ക് വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ 30 രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ്. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് പാർക്ക് കണ്ട സന്തോഷത്തിൽ ഏതിലാ കയറേണ്ടി എവിടേക്കാണ് പോകേണ്ടിന്ന് അറിയാണ്ട് കുഞ്ഞാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പായാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു ഊഞ്ഞാലിൽ പോയിരുന്നു. ഉമ്മച്ചി ആട്ടിത്താട്ടി സ്പീഡാട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ വീണേനെ കേട്ടോ. അങ്ങനെ ആട്ടി കൊടുത്തപ്പോഴോ ഉമ്മച്ചി അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ഒറ്റയ്ക്ക് ആട്ടേ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ആടുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ഈ കാണയിൽ കയറണം പറഞ്ഞിട്ട് വാശിയായിരുന്നു. പക്ഷെ അതിന് നമ്മൾ ഊഞ്ഞാലും ഈ ഉരുസണതും ഒഴികെ വേറെ എന്തെങ്കിലും കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലൊന്നും കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവളങ്ങനെ നടത്താൻ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ ഫ്രെയിം പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ താഴെ കണ്ടോ, താഴെ കുട്ടികൾക്കുള്ള ബോട്ട് പോലത്തെ സംഭവങ്ങൾ അങ്ങനെയുള്ളത് പിന്നെ കാണുന്നതൊക്കെ ഉണ്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ താഴേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കുഞ്ഞിൻ്റെ പോകണമെന്നും പറഞ്ഞൊന്നുമില്ല, അവൾ അവിടെ നിന്ന് നോക്കി നിന്നു. പിന്നെ ഇതാ പൂമ്പാറ്റിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കുറേ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ 100 രൂപ കൊടുക്കണം. അപ്പം അതിനൊന്നും എന്തിനാ വെറുതെ അതിലൊന്നും കയറിയില്ല. വെറുതെ ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാണാൻ. അവളും പിന്നെ അങ്ങനെ അതിൽ കയറണമെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാനും ആ പൂമ്പാറ്റിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും പോയിരുന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം. ഇരിക്കട്ടെ. കുഞ്ഞാറ്റയ്ക്ക് അങ്ങോട്ട് പോവാണ്ടിട്ട് വാപ്പച്ചിൻ്റെ കൈയൊക്കെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ഈ സാധനത്തിൻ്റെ മേലെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ വന്ന് ഉമ്മച്ചിക്ക് ഞാൻ ആട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട് കേട്ടോ. പാവം. കറങ്ങുന്നതിൽ കയറിയിരിക്കണം പറഞ്ഞിട്ട് കുഞ്ഞാറ്റ അതിൻ്റെ മേലെ കയറ്റിയിരുത്തിയിട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫാണ് കേട്ടോ ഓർമ്മ വന്ന്. സ്കൂളിൽ ഇങ്ങനെ ഒരു കറങ്ങണതും ഒരു ഉരുസലും ഒരു ഊഞ്ഞാലും ഉണ്ടായതുപോലെ ഒരുപാട് ഇരുന്ന് കറങ്ങിയ ഓർമ്മയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഇതൊരു വണ്ടി കിട്ടി. ഇത് ശരിക്കും റിമോട്ട് കൺട്രോളിൻ്റെ വണ്ടിയാണ്, പക്ഷെ അവിടെ ഇതൊന്ന് കേട് വന്ന് കിടക്കായിരുന്നു കേട്ടോ. ഇതിൽ കയറണമെങ്കിൽ പൈസ കൊടുക്കണം. ഇത് കേട് വന്നതുകൊണ്ട് കുഞ്ഞാറ്റ അതിൻ്റെ മേലെ കയറിയിരുന്ന് ഉരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. കുറേ നേരം ഉരുട്ടിക്കാക്ക് മതിയായി കേട്ടോ. കുഞ്ഞാറ്റോ ഇനി ഉരുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഞങ്ങൾ 2 ആൾ ഉരുട്ടി കൊടുത്ത് മതിയായി. പിന്നെ കുഞ്ഞാറ്റ അത് സ്വയം ഉരുട്ടാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് പാവട്ടോ. കുറേ എന്തൊക്കെയോ ചെയ്യുന്നു. അതിൻ്റെ മേലെ തന്നെ കുറേ നേരം ഇരുന്നു. കാരണം അത് എണിക്കാത്ത വേറെ ഒന്നുമല്ല, അവൾ എണിച്ച് കഴിഞ്ഞത് വേറെ ആരെയും വന്ന് എടുത്തിട്ട് പോകുമോ എന്നുള്ള പേടിയില്ല. അത് കഴിഞ്ഞതാ അവസാനം കയറി ഇതിലാണ് കേട്ടോ. ഇതിൽ ചാടിക്കളിച്ച് മതിയായി. പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നിലും കയറുന്നില്ല. രാത്രി ആവാറായി കേട്ടോ. ഇതന്നെ ഇവിടെ ഉണ്ടായിരുന്നു, വേറെ ഏതൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. 2 ആൾ ഇതിലിരുന്ന് ഒരേ കളിയായിരുന്നു. മതി വാ പാർക്ക് അടയ്ക്കാറായി, വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് എവിടെ അവൾ അതൊന്നും കേട്ട ഭാവമില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ആ ഒരു പേടിയായിരുന്നു. അടുത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോകണം പറഞ്ഞിട്ട് ഓടി വരികയാണ്. അപ്പോൾ ഇത്രയുള്ള എന്ത് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.